നമ്മുടെ ശരീരത്തിൽ ലങ്സിൽ എയർ ഉള്ളിടത്തോളം നമ്മൾ വെള്ളത്തിനുള്ളിൽ മുങ്ങിപ്പോവില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മുടെ ശരീരമാണ്. നോക്കിക്കോളൂ, ഇത് നമ്മുടെ ശരീരം വിചാരിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മുടെ ശരീരം ബോഡിയാണിത്. നമ്മുടെ ബോഡിയിൽ ഒരു വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ ബോഡി നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ലങ്സിൽ കുറച്ച് എയർ എപ്പോഴും ഉണ്ടാവും. ലങ്സിൽ എപ്പോഴും കുറച്ച് എയർ വെക്കുക. നമ്മൾ എയർ വെച്ച് നമ്മൾ അടച്ച് വെച്ചാൽ അത് വായും മുക്കും നമ്മൾ അടച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ട് ചെയ്ത് കിടച്ചു പോകും. നമ്മളപ്പോൾ താഴ്ന്നു പോയാൽ പോലും നമ്മൾ പൊന്തി വരുള്ളൂ. നമ്മൾ ഒരിക്കലും വെള്ളത്തിൽ താഴില്ല. ഇപ്പം ഞാനത് വെള്ളത്തിനടിയിൽ പോയി ഇങ്ങനെ താഴ്ന്ന് വെള്ളം കുടിച്ചു. നമ്മൾ ആ വെള്ളം കുടിച്ചത് എനിക്ക് താഴ്ന്നു പോയതുണ്ടോ. നമ്മൾ വെള്ളത്തിൽ നീന്താൻ അറിയുന്നവരോ അറിയാത്തവരോ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം നല്ല വലിച്ചു പിടിച്ചിട്ട് പിന്നെ മൂക്കും പൊത്തിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ താഴ്ന്നു പോയില്ല. നമ്മൾ എത്ര മുക്കിയാലും താഴ്ന്നാലും നമ്മൾ മേലെ പൊന്തി വരുള്ളൂ. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നമുക്കിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇതെല്ലാം ഏറ്റവും വലിയ ട്രിക്ക് നോക്കിക്കോളൂ, നല്ല സൂക്ഷിച്ച് നോക്കിക്കോളൂ. എല്ലാം നീന്താൻ അറിയാത്തവരെല്ലാവരും നോക്കിക്കോളൂ. ഞാൻ നല്ല ശ്വാസം വലിച്ചു മൂക്ക് പൊത്തി ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിന് മേലെ പൊന്തി വരും. ഇത് നീന്താൻ അറിയാത്തവർ ചെയ്താലും ഇങ്ങനെ വരും. കണ്ടോളൂ, എൻ്റെ കൈയും കാലും ഒന്നും ഇളകുന്നില്ല. അന്ന് ആദ്യം ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് അവൻ ജീവനോടെ ഇരിക്കുമായിരുന്നു. അവൻ ചെയ്ത് തെറ്റെന്ത് വെച്ച് കഴിഞ്ഞാൽ 2 കൈയും പൊക്കി ശ്വാസം വിട്ടു. ഇതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വെള്ളത്തിൽ താന്നു പോയി.